നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ബിഗ് ബോസ് എന്ന് പറയുന്നില്ല, കാരണം ഒത്തിരി വെറുപ്പിക്കലുകൾ നടന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം, അതോടൊപ്പം തന്നെ ഒത്തിരി സങ്കടവും വരുത്തി തന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രോഗ്രാം. തീർച്ചയായിട്ടും സങ്കടവത്തായ ഒരു കാര്യം എന്ന് പറയുന്നത് സിജോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, റോക്കി എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് ചെകിളടിച്ച് മോളിച്ചൊരു വീഡിയോ തരംഗമായിരുന്നു. തീർച്ചയായിട്ടും സിജോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഭൂകമ്പം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയൊരു അപകടം, അത് ഈ പറയുന്ന റോക്കി എന്ന് പറയുന്ന ആ ഒരു ബോധമില്ലാത്ത ആ ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു ചെകള് നോക്കിയുള്ള ഒരു അടി അദ്ദേഹത്തിന്റെ ഫേസിൽ മാത്രമല്ല, ആ ഒരു മുറിവ് ഹൃദയത്തിലും, അതോടൊപ്പം തന്നെ ലോക മലയാളി പ്രേക്ഷകർക്കടക്കം വലിയൊരു മുറിവുണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ രംഗം. അതിനുശേഷം ഈ റോക്കി എന്ന് പറയുന്ന വലിയൊരു ഹീറോ ആയിട്ടൊന്നും ഒത്തിരി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു അപകടം വരുത്തിയതാണെന്ന് പറഞ്ഞ് ഈ സിജോ എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞു പോയതാണ്. തീർച്ചയായിട്ടും അതിനുശേഷവും മാപ്പല്ല പറയുന്നതൊന്നും വിചാരിക്കരുത്, മാപ്പായിട്ട് വീണ്ടും ഒരു കല്യാണ വീട്ടിലേക്ക് എന്നാക്കിയാണ്. അതൊരു മരണ വീടായിരുന്നെങ്കിൽ അവിടെയും പറഞ്ഞാലാവും മാപ്പ്. കാരണം തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ എണ്ണം നോക്കിയാണ് കല്യാണ വീട്ടിൽ മാപ്പുമായിട്ട് ചെന്നിരിക്കുന്നത് റോക്കി, അതായത് റാക്കി ഭായ്. തീർച്ചയായിട്ടും അത് സിജോയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതിനു മുൻപും ഇതേപോലെ ചില ചടങ്ങുകൾ മാത്രം, പ്രാധാന്യമുള്ള ചില ചടങ്ങുകൾ മാത്രം മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി, കേൾക്കുന്നതിന് വേണ്ടി റോക്കി ബായ് മാപ്പായിട്ട് ചെന്നിട്ടുണ്ട്. സിജോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അപ്പോഴൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട്. കാരണം സിജോ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാരണം, ഈ ഒരു അപകടം പറ്റിയതിന് ശേഷം പേഴ്സണൽ ആയിട്ട് വിളിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗ്രൂപ്പുകളുണ്ട്. ഈ ബിഗ് ബോസിന് ടീമിന് തന്നെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇദ്ദേഹമായിട്ട് കോൺടാക്ടിങ് ആണ്. പക്ഷെ ഇതേവരെ വിളിച്ചൊരു മാപ്പ് പറയുകയോ അല്ലെന്നുണ്ടെങ്കിൽ വിശേഷം അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഇതേപോലെ പ്രാധാന്യമുള്ള ഓരോ വേദികളിൽ വന്ന് മാപ്പ് പറയുകയാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീണ്ടും വീണ്ടും മാപ്പ് ഇങ്ങനെ കോരിച്ചൊരിഞ്ഞിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചെയ്തതൊരു തെണ്ടിത്തരം തന്നെയാണ്. ആ ഒരു കാര്യത്തിന് വീണ്ടും വീണ്ടും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റോക്കി എന്ന് പറയുന്ന റാക്കി ബായ്. റോക്കി ബായ്, നീ മണ്ടനായിക്കോ, മറ്റുള്ള പ്രേക്ഷകരും പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. കാരണം കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തലച്ചോറുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഇനി പ്രവർത്തിച്ചാൽ മതി. ഇനി ഓരോ വേദികളിൽ ചെന്നിട്ടും സ്പെഷ്യലായിട്ട് മാപ്പ് പറയുന്ന രംഗങ്ങളൊന്നും നീ വീഡിയോ അടിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പ്രതികരിക്കും. കാരണം നീ ആ ഒരു വേദിയിൽ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, ഏറ്റവും വലിയൊരു തെറ്റാണ്. തീർച്ചയായിട്ടും അത് പൊതുവേദിയിലല്ല, ആ ഒരു സമയത്താണ് ആ ഒരു ടൈമിലാണ് അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറയേണ്ടതായിരുന്നു. ഇപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഈ ഒരു ഫൈറ്റിങ്ങിന് ശേഷം അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായ ഒത്തിരി സങ്കടവത്തായ കാര്യങ്ങൾ മീഡിയ വഴി ഓരോ പ്രേക്ഷകർക്കും ഷെയർ ചെയ്ത് കാണിച്ചു തന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നേരിട്ട് കണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകരാണ്, അതുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. ഈ റോക്കി എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റ് മാന്യതയുടെ ഒരു രൂപമായിരുന്നെങ്കിൽ, മാന്യനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു സിജോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ വിളിച്ച് വിശേഷം അന്വേഷിക്കുകയും അതോടൊപ്പം തന്നെ മാപ്പ് പറയുകയും അന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഒത്തിരി വീഡിയോസ് വീണ്ടും ചെയ്യുകയും മീഡിയ വഴി ഷെയർ ചെയ്യുകയും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലോ ചെന്ന് പറയാവുന്ന കാര്യമല്ല ആ ഒരു മാപ്പ്. ഇവിടെ നിനക്ക് മാപ്പില്ല. എന്താണ് ഒരുത്തനെ കരണം തല്ലിപ്പൊളിച്ചതിന് ശേഷം അവന്റെ ലൈഫ് തന്നെ സ്പോയിലാക്കിയതിന് ശേഷം, അതും പോരാഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് അടിച്ചിറക്കിയതിന് ശേഷം ഒത്തിരി ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ പറയുന്ന റോക്കി എന്ന് പറയുന്ന ആളെ നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും സിജോയിനെ ഒത്തിരി തരം താഴ്ത്തി സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രമോക്ക് ചെയ്യുന്ന രീതിയിലും അദ്ദേഹം ഒത്തിരി വീഡിയോസ് അടിച്ചിറക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ കല്യാണ വീട്ടിൽ വന്നിട്ട് ഇത്ര പ്രേക്ഷകരുടെ എണ്ണം എടുത്തതിന് ശേഷമാണ് വീണ്ടും ഒരു മാപ്പായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും പ്രേക്ഷകർ ഒട്ടും തന്നെ സപ്പോർട്ട് ചെയ്യില്ല. അത് 100 വോൾട്ടേജിലുള്ള കാര്യമാണ്. അത് സിജോ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. സിജോ ശരിക്കും അദ്ദേഹത്തിന്റെ ചെകളത്ത് തിരിച്ചടിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വാക്കുകൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട്. ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിജോയെ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരുടെ ദേഷ്യമില്ല, ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞത്, ഞാൻ ഇന്നും മാപ്പ് പറഞ്ഞത്. കല്യാണ ചെക്കനും പെണ്ണും നിൽക്കുമ്പോ എല്ലാരോടും അവരെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ്. എല്ലാവരും തെറ്റാണ്. ചോറ് പറയില്ല എന്ന് പറഞ്ഞാൽ ചോറ് പറഞ്ഞു കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരുടെ ദേഷ്യമില്ല, ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞത്, ഞാൻ ഇന്നും മാപ്പ്. ചില പഠിച്ചാൽ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ ബ്രോ, ചില സമയത്തല്ലേ നേരിട്ട് കാണുമ്പോ ഒന്നുമില്ല. ഞാനാണ് സോറി പറയുമ്പോൾ ചോറ് പറയില്ല എന്ന് പറഞ്ഞാൽ പരസ്പരം ചോറ് പറഞ്ഞു അജിൻഡോ പറഞ്ഞിട്ടോ. അതൊന്നും ശരിയായെന്ന് തോന്നുന്നു അല്ലേ? അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ? അത് മതി, നീ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. വേറെ നമ്മൾ പറയുമ്പോൾ ഓപ്പണായിട്ട് മാപ്പ് പറഞ്ഞു. അത് ഓപ്പണറിലാണ്, 3 മീഡിയാസിന് മുമ്പിൽ ഓപ്പണറിൽ പറഞ്ഞിട്ട് അത് തെറ്റ് ചെയ്ത് ഇനി സപ്പോർട്ട് ചെയ്യും. ഇനി എന്നെ കല്ലെറിഞ്ഞവര് സപ്പോർട്ട് ചെയ്യും.
അതുകൊള്ളാം. ഇത്ര മാന്യമായ രീതിയിലാണല്ലോ മാപ്പ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർ ക്ഷമിക്കും, അത് ഉറപ്പാണല്ലോ. എന്റെ ഉദ്ദേശം ഞാൻ അങ്ങനെ നിൽക്കുന്നു. എല്ലാരോടും അവരെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ്. ഞങ്ങൾ മാപ്പ് മലപ്പുറത്തിന്റെ, ഇന്ത്യന്റെ, കേരളത്തിന്റെ ഇവിടെ ചിലത് പറയേണ്ടത്. അത് പറയാൻ എത്രയോ അവസരങ്ങൾ, എത്രയോ സമയങ്ങൾ. എന്റെ നമ്പർ ഉണ്ട്, ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിലുണ്ട്. അവിടെ വെച്ച് വേണം പറയാൻ. പേഴ്സണൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ, വിളിക്കാം. ഇവിടെ വെച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലല്ലോ. അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് അതിനോട് യോജിപ്പുമില്ല. അതൊരു എന്റെ വേസ്റ്റ് ഓഫ് ടൈമാണ്. പിന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മറ്റന്നാൾ നടക്കാൻ വേണ്ടി പോകുന്ന എൻഗേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ കാര്യത്തിനകത്താണ്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഞാൻ അങ്ങനെ നിൽക്കുന്നു. ഓക്കെ. അപ്പൊ റോക്കിക്ക് മാപ്പ് കൊടുത്തു സിജോ, കേട്ടല്ല? ഇതിക്കുള്ള മാപ്പ് എങ്ങനെ കൊടുക്കാൻ എന്റെ പൊന്നു റോക്കി ബായ് എത്ര തവണ സിജോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തുറന്നു പറഞ്ഞു ഇനി ഒരിക്കലും മാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം റോക്കിക്ക് തരില്ല. ശരിക്കും പറഞ്ഞ പ്രേക്ഷകർ അധികമുള്ള പൊതുവേദികളിൽ മാത്രമാണ് ഇദ്ദേഹം മാപ്പായിട്ട് ചെല്ലണത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും വലിയൊരു നല്ല കാര്യം ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും മാപ്പായിട്ട് ചെല്ലുന്ന റോക്കിക്ക് ഒരു പേര് വീണു, മാപ്പ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.